2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ നിയന്ത്രണങ്ങളിൽ മാറ്റമില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കാലടി മുഖ്യ ക്യാമ്പസിൽ പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നിലവിലുള്ള സർക്കുലർ പ്രാബല്യത്തിൽ വരത്തക്ക വിധത്തിൽ നടപ്പാക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ സരൺകുമാർ അറിയിച്ചു. സർവകലാശാലയുടെ ഭരണനിർവഹണ സമുച്ചയത്തിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ 3 പിന്നെ ഒരു സിൻഡിക്കേറ്റ് അംഗം, സെക്യൂരിറ്റി ഓഫീസർ പ്ലസ് DSS, അങ്ങനെ 12 പേരാണ്. അത് ഹോസ്റ്റലുകൾ നിരന്തരം സന്ദർശിക്കുക, കുട്ടികളെ കാണുക, അവിടുത്തെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, അവരുടെ പരാതി കേൾക്കുക, ആരെങ്കിലും അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അത് ഞങ്ങൾ നോക്കി. JNUവിൽ അത്തരത്തിൽ ഒരു സംവിധാനമുണ്ട്. രാത്രി കാലത്തുള്ളടക്കം പരിശോധിക്കും. ഏതെങ്കിലും സർവകലാശാലയായിട്ട് ബന്ധമില്ലാത്ത ആളുണ്ടെങ്കിൽ അപ്പൊ തന്നെ റൂം തന്നെ പൂട്ടും, അക്കോമഡേഷൻ കൊടുക്കുന്ന കുട്ടികളെ വരെ നടപടിയെടുക്കും. അത്തരത്തിലൊരു മോണിറ്ററിംഗ് കൃത്യമായിട്ട് വേണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ തന്നെ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങളും അവരുടെ ആർട്ട് വർക്കുകളും അവരുടെ ശില്പങ്ങളും അടക്കം ഒരുപാട് നല്ല സംവിധാനം ഇവിടെ ഉണ്ട്. അത് പുറത്തുനിന്ന് ഇപ്പൊ കാലടി സ്തൂപം കാണാൻ വരുന്ന കുട്ടികളടക്കം ഉള്ളിലേക്ക് കയറി വന്ന് നമ്മുടെ മ്യൂസിയം സന്ദർശിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കി കുറച്ചുകൂടെ ജനങ്ങൾക്ക് ആക്സസബിൾ ആക്കുന്ന തരത്തിലേക്കുള്ള പരിപാടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. മ്യൂസിയം കുട്ടികൾക്ക് ഇങ്ങനെ വരാനുള്ള സംവിധാനം, അങ്ങനെ സർവകലാശാലയെ ജനങ്ങൾക്കും തുറന്നു കൊടുക്കാനും ജനങ്ങളെ കൂടുതൽ സർവകലാശാലയിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. സമരം നടത്തുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി പലവട്ടം സിൻഡിക്കേറ്റ് യോഗം ചർച്ചകൾ നടത്തി. സർവകലാശാലയുടെ നിലപാട് അറിയിച്ചു. നിർദ്ദിഷ്ട സർക്കുലറിലെ 12 നിയന്ത്രണങ്ങളിൽ 3 ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് സർവകലാശാല അനുവദിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികളെ അറിയിച്ചു. തിയേറ്റർ, ഡാൻസ്, ഫൈൻ ആർട്സ്, ജിയോഗ്രഫി എന്നീ പഠന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ വകുപ്പ് തലവന്റെ ഉത്തരവാദിത്തത്തിൽ അതാത് വകുപ്പുകളിലെ ഏതെങ്കിലും അധ്യാപകന്റെ സാന്നിധ്യത്തിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം ക്ലാസ് മുറികൾ ഉപയോഗിക്കാം. ബിരുദ വിദ്യാർത്ഥികൾ രാത്രി 7:30-നും PG വിദ്യാർത്ഥികൾ 9:30-നും ഗവേഷണ വിദ്യാർത്ഥികൾ 11-നും ഹോസ്റ്റലിൽ പ്രവേശിക്കണം. ലൈബ്രറിയോടനുബന്ധിച്ചുള്ള റീഡിംഗ് റൂം രാത്രി 11-ന് അടച്ചുപൂട്ടും. എല്ലാ ഹോസ്റ്റലുകളിലും റീഡിംഗ് റൂമുകൾ ആരംഭിക്കും. സർവകലാശാല സെൻട്രൽ ലൈബ്രറിയുടെ പ്രവർത്തനം നിലവിലുള്ളതുപോലെ തുടരും. രാത്രി 7:30-ന് സർവകലാശാലയുടെ ഗേറ്റ് അടക്കും. ഇളവുകൾ ഉള്ളവരെ ഐഡന്റിറ്റി കാർഡും മേൽപ്പറഞ്ഞ രേഖകൾക്കും അനുമതികൾക്കും വിധേയമായി പിന്നീട് ക്യാമ്പസിന് പുറത്തു പോകാൻ അനുവദിക്കും. രാത്രി 11-ന് സർവകലാശാല ഗേറ്റ് പൂർണ്ണമായും അടക്കും. അഡ്വക്കേറ്റ് കെ സരൺകുമാർ പറഞ്ഞു. പഠനം പൂർത്തീകരിച്ചിട്ടും വർഷങ്ങളായി ക്യാമ്പസിലെ ഹോസ്റ്റലുകളിൽ തുടരുന്ന വിദ്യാർത്ഥികൾ 7 ദിവസത്തിനകം ഹോസ്റ്റൽ ഒഴിഞ്ഞ് ക്യാമ്പസ് വിട്ടുപോകണം. ഹോസ്റ്റലുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഹോസ്റ്റലുകളുടെ സുരക്ഷിതത്വവും അച്ചടക്കവും നിരീക്ഷിക്കുന്നതിനും ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. സർവകലാശാലയിലെ 3 വീതം അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഒരു സിൻഡിക്കേറ്റ് അംഗവും സെക്യൂരിറ്റി ഓഫീസറും സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടറും അംഗങ്ങളായ ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വി ലിസി മാത്യുവിനെ നിയമിച്ചു. ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ഒരു ചെറു പേരല്ലോ, വെറുതെ ഒരു ചെറിയൊരു പേരല്ലോ. ഒരുപാട് അനാവശ്യമായിട്ട് വാഹനങ്ങൾ കയറി വരുന്നു, സുരക്ഷിതത്വം ഇല്ലാതെയാവുന്നു. ഇതിനെതിരെയുള്ള പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായി വരുന്നതാണ് ഈ സമയ. കുട്ടികളൊക്കെ കൃത്യമായിട്ട് സമയത്തൊക്കെ ചെക്ക് ചെയ്തോ? അല്ല, അത് അവരെ അനുസരിക്കണമല്ലോ. കാരണം അത് അവർ തന്നെയാണ് കംപ്ലൈന്റ് പറയുന്നത്, അവർക്ക് സുരക്ഷിതത്വമില്ലായിരുന്നു, പുറത്തുനിന്നുള്ള വാഹനത്തിൽ ആളുകൾ വരുന്നു, അവർ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മാറ്റം വരണ്ടേ? അവർ തന്നെ ആവശ്യമാണ്, അല്ല നമ്മളാരും അടിച്ചേൽപ്പിക്കുന്നതല്ല. വിദ്യാർത്ഥികളുടെ ക്യാമ്പസിലെ സുരക്ഷയും അച്ചടക്കവും നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എം സത്യൻ കൺവീനറായി ഡിസിപ്ലിൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ഹോസ്റ്റലിൽ ഗസ്റ്റായി താമസിക്കുന്ന PhD വിദ്യാർത്ഥികൾക്ക് ദിവസം 100 രൂപ വാടകയ്ക്ക് മാസം 7 ദിവസം വീതം 3 മാസത്തേക്ക് താമസ സൗകര്യം അനുവദിക്കും. പഠനത്തിനൊപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാപന ഉടമയുടെയും വകുപ്പ് തലവന്റെയും സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ പ്രവേശനത്തിൽ ഇളവ് അനുവദിക്കും. ക്യാമ്പസിനുള്ളിൽ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ വാഹനങ്ങളും ഔദ്യോഗിക വാഹനങ്ങളും മാത്രമേ അനുവദിക്കൂ. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ക്യാമ്പസിന് പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന പാർക്കിംഗ് സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ്. ക്യാമ്പസിൽ ഉടമസ്ഥരില്ലാതെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ പോലീസിന് കൈമാറും. സർവകലാശാലയുടെ ഗേറ്റുകൾക്ക് ഉയരം കൂട്ടി എല്ലാ കവാടങ്ങളിലും സെക്യൂരിറ്റി ക്യാബിൻ നിർമ്മിക്കും. ചുറ്റുമതിലുകളുടെ ഉയരം വർദ്ധിപ്പിക്കും. ഇതിനായി 10 ലക്ഷം രൂപ അനുവദിച്ചു. സർവകലാശാലയുടെ നയപരമായ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ക്യാമ്പസിന്റെ സുരക്ഷയ്ക്കെതിരെ ഏകപക്ഷീയമായി 12 അധ്യാപകർ ഒപ്പിട്ട് പരസ്യപ്രസ്ഥാനം നടത്തിയ സിൻഡിക്കേറ്റ് യോഗം അതൃപ്തിയും ആശങ്കയും രേഖപ്പെടുത്തി. സംസ്കൃത സർവകലാശാലയെ മികവിന്റെ കേന്ദ്രമാക്കി ലോകത്തിന്റെ ഏത് കോണിലിരുന്നും സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും.
UGC മാർഗരേഖ പ്രകാരം സർവകലാശാലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് പ്ലാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കും. ഇൻക്യുബേഷൻ സെന്ററെ ശക്തിപ്പെടുത്തും. കൂടുതൽ സർവകലാശാലകളുമായി അക്കാദമിക വിനിമയ സംബന്ധിയായ കരാറുകളിൽ ഏർപ്പെടുമെന്ന് സിൻഡിക്കേറ്റ് അംഗം ആർ അജയൻ പറഞ്ഞു. പ്രാദേശിക കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി പ്രാദേശിക കേന്ദ്രങ്ങളിൽ നൂതന കോഴ്സുകൾ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബി അശോക് പറഞ്ഞു. സിൻഡിക്കേറ്റ് യോഗത്തിലും പത്രസമ്മേളനത്തിലും വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി, സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ആർ അജയൻ, ഡോക്ടർ ബി അശോക്, ഡോക്ടർ മാത്യൂസ് ടിത്തലി, ഡോക്ടർ ടി മിനി, ഡോക്ടർ എം സത്യൻ, ഡോക്ടർ പി വി ഓമന, ഡോക്ടർ വി ലിസി മാത്യു, രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി.